നമസ്കാരം. ഈ അടുത്ത കാലത്ത് മീഡിയയിലൂടെയൊക്കെ തന്നെ നിറഞ്ഞിരിക്കുന്ന ഒരു വാർത്തയാണ് അൽഫാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ സാധ്യത അധികമാകുന്നു എന്നുള്ളത്. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളത് നോക്കാം. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണോ നമുക്ക് ക്യാൻസർ സാധ്യത ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിനെ ട്രിഗർ ചെയ്യുന്ന കാരണം ഇതാണോ? ഇത് മാത്രമല്ല, ഒരുപാടേറെ കാരണങ്ങളുണ്ട്. എന്നാൽ ഇതുകൊണ്ട് വരില്ല എന്നും പറയാൻ വയ്യ. അത് പറയാൻ കാരണം നമുക്ക് ജനറ്റിക് ആയിട്ട് പല കാരണങ്ങൾ കൊണ്ട് വരാം. ജീനിന് വരുന്ന മ്യൂട്ടേഷൻ കൊണ്ട് വരാം. അഫ്ലാടോക്സിൻ പൂപ്പൽ പോലുള്ള രീതിയിൽ നമ്മുടെ ബ്രെഡിനും പാൽ ഒരുപാട് നാൾ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ സോയാബീനൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ, നട്ട്സ് പൾസസ് ഒക്കെ തന്നെ എടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിന് വരുന്ന പൂപ്പൽ, ഇതിലൊക്കെ ഈ അഫ്ലാടോക്സിൻ പൂപ്പലുണ്ട്. ഇതൊക്കെ തന്നെ സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെ നമുക്ക് ഇത്തരം ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ കരിഞ്ഞ അൽഫാം മാത്രമല്ല ഏത് കാര്യമായാലും അതിനെ കരിച്ചെടുത്ത് കഴിക്കുന്ന, കരിക്കുക എന്ന് പറയുമ്പോൾ മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു കറുപ്പ് കളറിൽ വരുന്ന ആ ഒരു മസാല കഴിക്കാൻ പലർക്കും ഇഷ്ടമാണല്ലേ. ഇത് ആഴ്ചയിൽ ഒരു 3-4 ദിവസമൊക്കെ കഴിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഇതുപോലുള്ള സാധ്യത കൂടുതലാണെന്ന് പറയാനുള്ള കാരണം ഇതിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്തിൽ ഇതിൽ നൈട്രോസമീൻസ് എന്നുള്ള ഒരു പദാർത്ഥം ഫോം ചെയ്യുന്നുണ്ട്. ഇത് എപ്പോഴും തന്നെ ഫ്രീ റാഡിക്കൽസിനെ കൂടുതൽ ഫോം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇത് ഇത്തരം കാർസിനോജനിക് ആയിട്ടുള്ള ഒന്നുകൂടിയാണ്. അതുപോലെ ചിക്കൻ ആയാലും ഫിഷ് ആയാലും ഒക്കെ നമ്മളിങ്ങനെ നന്നായിട്ട് കരിച്ചെടുക്കുന്ന സമയത്ത് ഹെട്രോസൈക്ലിക് അമൈൻ എന്നുള്ള ഈ ഒരു ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇതുവഴി നമുക്ക് ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ക്യാൻസർ സെൽസിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒരുപാടേറെ കാരണങ്ങളുണ്ട്. അതുപോലെ മദ്യപാനം, പുകവലി, ഇതൊക്കെ തന്നെ ഒരു മെയിൻ വില്ലനാണ് കേട്ടോ. പിന്നെ കൂടുതൽ ആളുകൾക്കും സംഭവിക്കുന്നത് ഇതുപോലെയുള്ള കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളാണ്. എന്ത് കഴിക്കുമ്പോഴും അതിന് ഇത്ര കുക്കിംഗ് ടൈം എന്നുള്ളതും, എത്രത്തോളം ബോയിൽ ചെയ്യണം, എങ്ങനെ കഴിക്കണം, ഹെൽത്തി ആയിട്ട് എങ്ങനെ കഴിക്കണം എന്നുള്ള രീതിയുണ്ട്. നമ്മൾ അതിൻ്റെ പലരുടെയും നമ്മുടെ നാവിൻ്റെ ടേസ്റ്റ് ബഡിൻ്റെ അവസ്ഥ നോക്കിയിട്ട് അതിനനുസരിച്ച് കരിച്ചും പൊരിച്ചും ഒക്കെ കഴിക്കാറുണ്ട്. അത് പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും പലർക്കും സംഭവിക്കുന്നത് ഇത് ഹെമറോയിഡ് അല്ലെങ്കിൽ പൈൽസിൻ്റെ ലക്ഷണമാണെന്നോർത്ത് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാതിരിക്കും. 1-2 ദിവസമൊക്കെ അങ്ങനെ പോകും. പക്ഷേ ഇത് ദിവസങ്ങളോളം ഇത് നിസാരമാക്കി വിടുന്ന സമയത്ത് അത് പലപ്പോഴും കോളോൺ ക്യാൻസറിൻ്റെയൊക്കെ കാരണമായിരിക്കാം. അതുകൊണ്ട് വേദനയില്ലാത്ത രീതിയിലുള്ള ബ്ലീഡിങ് കണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഇനി ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, നമുക്ക് ഇത്തരം ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരുപാടേറെ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. റെഡ് മീറ്റ് ഒരു പ്രധാന വില്ലനാണ്. പലപ്പോഴും ബീഫ്, പോർക്ക്, മട്ടൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതില്ലാതെ ഭക്ഷണം കഴിക്കില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ ആഴ്ചയിൽ 4-5 ദിവസമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം ആഹാരങ്ങൾ നമുക്ക് മാസത്തിൽ ഒരു തവണയൊക്കെ തന്നെ ആക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ്, അതെന്തൊക്കെയാണെന്നല്ലേ, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പോലും ഇഷ്ടവിഭവമായിട്ടുള്ള സോസേജ്, ഹോട്ട് ഡോഗ്, അല്ലെങ്കിൽ പിസയിലൊക്കെ ഉപയോഗിക്കുന്ന പെപ്പറോണി തുടങ്ങിയിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റാണ്. ഇതൊക്കെ സ്വാദിഷ്ടമായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കി വെക്കാൻ വേണ്ടിയിട്ട് കേടുകൂടാതിരിക്കാൻ ഒരുപാടേറെ കെമിക്കൽ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാർസിനോജനിക് ആയിട്ടുള്ളതായതുകൊണ്ട് അതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കുന്നതാണ് നല്ലത്. നെക്സ്റ്റ്, റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, അല്ലെങ്കിൽ വൈറ്റ് ബ്രെഡ്, വൈറ്റ് അരി, തവിട് കളഞ്ഞിട്ടുള്ള അരിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ 3-4 നേരം ദിവസത്തിൽ ഉപയോഗിക്കുന്നു. അത് വർഷങ്ങളോളം ഇതേ കാര്യം തന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിങ്ങൾ പച്ചക്കറിയൊന്നും അധികം ഉൾപ്പെടുത്തുന്നില്ല, ലീഫി വെജിറ്റബിൾസ് കുറവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ സാധ്യത കൂടുതലാണ്. അപ്പം ഈ പറഞ്ഞു വന്നതുപോലെ തന്നെ നമുക്ക് ലീഫി വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുന്നത് എപ്പോഴും തന്നെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ്. ഇത്തരം ക്യാൻസർ കോശങ്ങൾ എല്ലാവരുടെ ശരീരത്തിലുമുണ്ട്. പക്ഷെ അതിനെ ആക്റ്റീവ് ആക്കി വെക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇത്തരം ലീഫി വെജിറ്റബിൾസ് സഹായിക്കും. ഇതിൽ ഫൈറ്റോ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ബ്രോക്കോളി, അതുപോലെ ആന്തോസയാനിൻസ് അടങ്ങിയിട്ടുള്ള ബെറീസ്, ലൈക്കോപ്പീന് ടൊമാറ്റോയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്, അത് നല്ലതാണ്. അതുപോലെ തന്നെ മഷ്റൂം ഉപയോഗിക്കുന്നത്, ആയുർവേദ
ഔഷധമായിട്ടുള്ള അശ്വഗന്ധ അല്ലെങ്കിൽ മഞ്ഞൾ ഉപയോഗിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ ചീര, ഇലവർഗ്ഗങ്ങൾ, എല്ലാവിധ ഇലവർഗ്ഗങ്ങളും എപ്പോഴും തന്നെ നമ്മുടെ സ്കിന്നിനായാലും അല്ലെങ്കിൽ ഓവറോൾ ബോഡിക്കായാലും എല്ലാം തന്നെ വളരെ ഗുണകരമായിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്താത്ത രീതിയിൽ പുറമേ നമ്മൾ കണ്ടിട്ടില്ലേ, പുറമേയുള്ള ആളുകളൊക്കെ തന്നെ അറബി നാടുകളിലൊക്കെ തന്നെ അവർ കൂടുതലും ഇത്തരം ഗ്രിൽഡ് ആയിട്ടുള്ള ഫുഡിനെ ഇഷ്ടമുള്ളവരാണ്. പക്ഷേ അതിന് കൂടെ പലവിധ സ്പിനാച്ച്, ജർജർ, ലെറ്റ്യൂസ് തുടങ്ങിയിട്ടുള്ള ഒരുപാടേറെ ഇലകൾ അവർ ഇത്തരം നോൺ വെജ് ഉപയോഗിക്കുന്നതിന് കൂടെ, ഗ്രിൽഡ് ഐറ്റംസ് ഉപയോഗിക്കുന്നതിന് കൂടെ ചെയ്യാറുണ്ട്. അതുപോലെ സാലഡ് രൂപത്തിൽ കുക്കുമ്പഴായാലും ക്യാരറ്റ് ആയാലും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്ത് അതിന് കൂടെ മയോണൈസും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് തന്നെ നമ്മുടെ ദഹനത്തിനെ വളരെ പ്രോബ്ലമാറ്റിക് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി, ഇതൊന്നും കഴിക്കുന്നത് എന്തെങ്കിലും കഴിക്കുന്നതിന് തെറ്റുണ്ടെന്നല്ല പറഞ്ഞത്, കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ ഫോളോ ചെയ്യുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ളവരൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാസിനോജനിക് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ട്. റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ, എക്സ്ട്രാ സ്വീറ്റ്നെസ് നൽകുന്ന രീതിയിലുള്ള സ്വീറ്റ് ഐറ്റംസ്, അല്ലെങ്കിൽ കാൻഡ് ഫുഡുകൾ, ടിൻഡ് ഫുഡുകൾ, അതുപോലെ കൊക്കോകോള തുടങ്ങിയിട്ടുള്ള ശീതള പാനീയങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നവരിൽ, അതുപോലെ ഹൈ ഫ്രക്ടോസ് സിറപ്പുകൾ ഉപയോഗിക്കുന്ന സമയത്ത്, ഇങ്ങനെ പല രീതിയിലുള്ള കാരണങ്ങൾ ഇതിനുണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയുമായിട്ടുള്ള പലവിധ ഘടകങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. നിമിഷം കൊണ്ട് ക്യാൻസർ എന്നുള്ള ഒരു രൂപത്തിലേക്ക് മാറുകയല്ല. ഈ ജീനിന് മ്യൂട്ടേഷൻ വന്ന് ഇത് സംഭവിക്കാൻ കുറേ സമയം എടുക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ഓവർ വെയ്റ്റ് വരുന്നില്ല. ആഹാരത്തിൽ വരുന്ന മിതത്വം പാലിക്കാതിരുന്നിട്ട് നമുക്കൊരു ഓവർ വെയ്റ്റിലേക്ക് പോകുന്നതും, ആ ഓവർ വെയ്റ്റിൽ നിന്ന് ഒരുപാടേറെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പിടിപെടുന്നതും, അതിൽ നിന്ന് പിന്നീടൊക്കെ തന്നെ ക്യാൻസർ സെൽസിനെ ട്രിഗർ ചെയ്തിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് മാറുന്നതുമായിട്ടാണ് കാണാറുള്ളത്. പക്ഷേ എല്ലാ ഒബേസിറ്റിയും ഒന്നും ക്യാൻസർ ആണ് എന്നല്ല കേട്ടോ ഞാനിവിടെ മീൻ ചെയ്തത്. ജനിതകവും ജീവിതശൈലി ഘടകങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ക്യാൻസറിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ഓരോ 3 വർഷം കൂടുമ്പോഴും നമ്മളൊന്ന് കൊളോനോസ്കോപ്പി ഒക്കെ തന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ പൊണ്ണത്തടി ആയാലും മദ്യം, പുകവലി, അനാരോഗ്യകരമായിട്ടുള്ള എല്ലാ ജീവിതശൈലിയിലും വരുന്ന പ്രശ്നങ്ങൾ, അസന്തുലിതമായിട്ടുള്ള ഭക്ഷണക്രമം എന്നിവയൊക്കെ തന്നെ നമ്മുടെ പ്രത്യേകിച്ചും വൻകുടൽ ക്യാൻസറിൻ്റെ ഒക്കെ തന്നെ പ്രധാന കാരണമാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ ഇത്തരം കുടൽ ക്യാൻസറൊക്കെ തിരിച്ചറിയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും, വെറുതെ ഒരു അൽഫാം കഴിച്ചതുകൊണ്ട് മാത്രം നമുക്കിത് വരണമെന്നില്ല. പക്ഷേ ഒരുപാടേറെ കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റി ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആക്കിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു പിഴവ് കൊണ്ട് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.